ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. ഈ വചനത്തിലെ ഏറ്റവും ആഴമുള്ള വേദന ഇതാണ്: കർത്താവിൻ്റെ ആത്മാവ് കരയുന്നു. ലോകം നമ്മെ തെറ്റിദ്ധരിക്കുമ്പോഴും മനുഷ്യർ നമ്മെ വിട്ടുപോകുമ്പോഴും നാം കരയാറുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ പാപവും അഹങ്കാരവും കാരണം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ കരയുന്നു എന്നത് എത്ര ഭയാനകവും ഹൃദയഭേദകവുമായ സത്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, നമ്മെ സ്നേഹിക്കുന്ന ദൈവഹൃദയമാണ്. നമ്മൾ ദൈവത്തെ മറക്കുമ്പോൾ, പ്രാർത്ഥന ഉപേക്ഷിക്കുമ്പോൾ, അഹങ്കാരത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിശബ്ദമായി വേദനിക്കുന്നു. കാരണം നാം നഷ്ടപ്പെട്ടവരാകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഒരമ്മ സാധാരണ രാത്രി മുഴുവൻ കരയുന്നത് മകൻ തെറ്റിപ്പോകുമ്പോഴാണ്. അതുപോലെ കർത്താവിൻ്റെ ആത്മാവും കരയുന്നു. നമ്മുടെ ആത്മാവ് ലോകത്തിനടിമയായി മാറുമ്പോൾ, വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ. എന്നാൽ ഈ കരച്ചിൽ കോപത്തിൻ്റെ ശബ്ദമല്ല, അവസാന നിമിഷം വരെ കാത്തിരിക്കുന്ന സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. ഇന്ന് സ്വർഗം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എൻ്റെ ആത്മാവിനെ നീ വീണ്ടും സന്തോഷിപ്പിക്കുമോ? നമ്മുടെ അനുസരണക്കേട് ദൈവത്തിൻ്റെ ആത്മാവിനെ കരയിപ്പിക്കരുത്. നമ്മുടെ അഹങ്കാരം കാരണം സ്വർഗം നിശബ്ദമാകരുത്. ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ഞാൻ നിന്നെ പലവട്ടം വിളിച്ചു, നിന്റെ കണ്ണീരിലും ഏകാന്തതയിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ നീ എന്നെ കേട്ടില്ല. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നോക്കി ഇങ്ങനെ പറയാൻ ഇടവരാതിരിക്കട്ടെ. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോയിട്ടില്ല. നിശബ്ദമായി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ തട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവിത വഴിത്താരകളിൽ ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ നന്മയുടെ വഴികളിലേക്ക് അങ്ങ് ഞങ്ങളെ നടത്തണമേ. അങ്ങ് ഞങ്ങളെ ഒരിക്കലും വിട്ടുപിരിയരുതേ. അങ്ങയുടെ സ്വരം കേട്ട് വിശുദ്ധിയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി. അഭിഷേകക്കാറ്റായി പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ.